സുജൂദിന്റെ അടയാളം കാണുമെന്ന് പറഞ്ഞാൽ ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. പെട്ടെന്ന് ഒരു പ്രായമുള്ള ആള് കടന്നു വന്ന അറിയാതെ എഴുന്നേറ്റ് പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓടി ചെന്നിട്ട് കയ്യെ പിടിച്ചിട്ട് പറയും ദുആ ചെയ്യാൻ. അത് അള്ളാഹ് കൊടുക്കുന്ന ഒരു സ്ഥാനം, അത് അള്ളാഹ് കൊടുക്കുന്ന ഒരു അംഗീകാരം. അല്ലാതെ പൈസ കൊടുത്തിട്ടൊന്നുമല്ല. ഇപ്പൊ ഏറ്റവും പാവപ്പെട്ടവനായിരിക്കാം, ഏറ്റവും പാവപ്പെട്ട ഈ നാട്ടിൽ ഒരു ഉപ്പയായിരിക്കാം, കാണുമ്പോ എഴുന്നേക്കും. എന്നാ ഉസ്താദ് ഞാൻ ഇങ്ങനെ കതറ് വിട്ടിട്ട് നെളിഞ്ഞ് പ്രസിഡന്റാ, സെക്രട്ടറിയാ, പണക്കാരനാ, ഹാജിയാരാ, എനിക്കില്ലല്ലോ ആ സ്ഥാനം. എടോ, പണ്ടത്തെ വാപ്പമാരെ നിങ്ങൾ ചോദിക്കുക. ഇപ്പത്തെ കാര്യം പോട്ടെ. പണ്ടത്തെ ഉപ്പമാര്, കുട്ടികൾ ഉപ്പമാരുടെ മുമ്പിൽ സ്വന്തം വാപ്പാടെയല്ല പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നടക്കൂല, വീടി വലിക്കൂല, അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മോശമായി സംസാരിക്കൂല. കാരണം പ്രായമുള്ളവരെ ബഹുമാനിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോഴോ സ്വന്തം തന്തയെ ബഹുമാനിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവരെ. എന്റെ പ്രിയപ്പെട്ടവര്, പ്രായമുള്ളവർക്ക് ഇപ്പൊ ആരാ ഒരു ബഹുമാനം കൊടുക്കുന്നത്, ആദരവ് കൊടുക്കുന്ന ആരാ? പ്രായമുള്ളവർക്ക്. എന്തുകൊണ്ട്? കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഒരു പയ്യൻ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ വൈകുന്നേര സമയമാകുമ്പോ ചില പ്രായമുള്ളവര് പള്ളിയുടെ മുമ്പിലിരിക്കും, ദിക്റ് പറയാനല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ കുറച്ചു വാപ്പമാര് പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു പയ്യൻ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് മതിലി ചാരി നിന്നിട്ട് വീടി വലിക്കുകയാണ്. അപ്പൊ ഈ വാപ്പാമാര് പറയാതെ ആരുടെ മോനാടാ പടച്ചവൻ, അവൻ പള്ളിയുടെ മുമ്പിൽ എന്നിട്ട് വീഡിയോ വലിക്കറ, ഇങ്ങനെ ഇവര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സഹോദരൻ ഇത് കേട്ടുകൊണ്ടാ ഇറങ്ങിപ്പോയെ. അങ്ങനെ ഈ പയ്യനോടൊന്നും പറഞ്ഞില്ല. ഇവന്റെ വാപ്പാനെ കണ്ടു, എവിടെയോ വെച്ചൊരു ഫംഗ്ഷനിൽ വെച്ച് വാപ്പാനെ കണ്ടപ്പോ ഈ സഹോദരൻ പറഞ്ഞു, എന്റെ പൊന്നാര ചങ്ങാതി, നിന്റെ മോൻ ആ പ്രായമുള്ള വാപ്പാമാരുടെ മുമ്പിൽ നിന്നിട്ട്, പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് പരസ്യമായിട്ട് അവൻ വീടി വലിക്കുക. നീ എന്നെ ഉപദേശിക്കണം കേട്ടോ. വലിക്കണ്ടെന്നൊന്നും പറയണ്ട, അവൻ വീടി വലിച്ചോട്ടെ. പക്ഷെ ഈ പ്രായമുള്ളവരുടെ മുമ്പിൽ, പള്ളിയുടെ മുമ്പിൽ നിന്ന് വലിക്കരുത്. ഒന്ന് മാറി നിന്ന് വലിക്കാൻ വേണ്ടി നിനക്കൊന്ന് ഉപദേശിച്ചുകൂടെ? വാപ്പാനോട് ചോദിക്കുക. അപ്പൊ ഈ ചോദിച്ച മനുഷ്യനോട് വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ അവനെ കാണുവാണെങ്കിൽ ഒന്ന് പറ, എന്റെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കാൻ പാടില്ല എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവൻ വാപ്പാടെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് പ്രായമുള്ളവരെ കാണുമ്പോൾ കുട്ടികൾ ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു, ഒരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനൊന്നുമില്ല. ഇന്നത്തെ വാപ്പമാരെ കാണുമ്പോൾ കുട്ടികൾക്ക് കോമഡിയാ ഓർമ്മ വരിക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് വാപ്പമാരിക്കേണ്ട സ്ഥാനത്ത് വാപ്പമാരിരുന്നില്ല? അതുകൊണ്ടാണ്. കുട്ടികളെ കുറ്റം പറയരുത്. ഞാൻ കുട്ടികളെ കുറ്റം പറയൂല. വാപ്പ, നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരുന്നിരുന്നെങ്കിൽ നിന്നെ കാണുമ്പോ എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്ക്. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാതെ വന്നപ്പോൾ ഏതാണ് ആ സ്ഥാനമെന്നറിയുമോ? ിരിക്കുന്ന പ്രായമുള്ളവർക്ക് അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ടോ? ഈ നാട്ടുകാരായ പ്രായമുള്ള ഉപ്പയോട് പറയുകയാ, ഉമ്മയോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനവും നൽകി, നിങ്ങൾക്കൊരു ജോലിയും നൽകി. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാതെ വന്നത് കൊണ്ട് ആ കൊച്ചുകുട്ടികൾ പോലും നിങ്ങളെ ബഹുമാനിക്കാത്തത്. പ്രായമുള്ളവരോട് പറയുകയാണ്, ഉപ്പയോടും ഉമ്മയോടും പറയുകയാണ്, പണ്ട് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നടോ, ഒരു വിലയുണ്ടായിരുന്നടോ. ഇന്ന് കൊച്ചുകുട്ടികൾ പോലും നിന്നെ മുമ്പിൽ കിടന്ന് കളിക്കുകയാ. നീ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നൽകിയ ഒരു സ്ഥാനം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇരുന്നില്ല. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? നിങ്ങളുടെ കുടുംബങ്ങളിലോ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് നിന്റെ മോനാകണമെന്നില്ല, നിന്റെ കുടുംബക്കാരനാകണമെന്നില്ല, നിന്റെ പൊന്നാര മകളാകണമെന്നില്ല. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന വൃത്തികേടായ പാപമായ ഒരു കാര്യം നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുട്ടികൾ ചെയ്യുകയാണ്. തിരുത്തുവാപ്പാ, തിരുത്തുവാപ്പാ, അത് തെറ്റാണെന്ന് നീ പറഞ്ഞു കൊടുക്കണേ.
അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ജോലിയാണോ? നിനക്കതിനുള്ള അധികാരമുണ്ടോ? നിനക്കതിനുള്ള സ്ഥാനമുണ്ടോ? പടച്ചവനെ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പാപ്പാരെ പേടിയില്ലെങ്കിലും ഉപ്പാപ്പമാരെ പേടിച്ചിരുന്ന കാലമുണ്ടായിരുന്നടോ. പ്രായമുള്ളവരുണ്ടടാ, അവര് കുറ്റം പറയുമടാ, അവര് ഉപദേശിക്കുമടാ, അവര് വഴക്കു പറയുമടാ, എല്ലാം വരുമടാ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചും പാത്തും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നതൊക്കെ മാറിയില്ലോ, ഇന്നതൊക്കെ മാറിയില്ലോ. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കാണും പ്രായമായ ഒരു നല്ല മനുഷ്യർ. ഇന്നില്ലാതെ പോയടോ. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണ്? എന്തൊക്കെ വൃത്തികേടുകളാണ്, എന്തൊക്കെ മോശമായ സ്വഭാവങ്ങളാണ്. പടച്ചവനെ, ഇന്നത്തെ വിവാഹ വേദികളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം പേക്കൂത്തുകളാണ്. വളരെ മോശമായ വൃത്തികെട്ട ഈ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിലല്ലോ ഇന്ന് ഓരോ പെൺകുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ, നിന്റെ കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോ ഒന്ന് ഗാനമേളയല്ലോ. വിവാഹത്തിന്റെ തലേ ദിവസം ഗാനമേളയാണ്. പടച്ചവനെ, പാട്ടും കൂത്തുമാണ്. ചെറുപ്പക്കാരൻ കിടന്നാടുകയാണ്, ആണും പെണ്ണും കിടന്നാടുകയാണ്. അവർക്ക് പക്വതയില്ലെന്ന് പറയാ ബാപ്പാ. 15-20 വയസ്സുള്ള മക്കള് പാട്ട് കേട്ടിട്ട് കിടന്ന് ഡാൻസ് ചെയ്താൽ ഞാനത് ഹലാലാണെന്ന് പറയുന്നില്ല. ആ മക്കൾക്ക് അറിവില്ലെന്ന് പറയാ, ആ മക്കൾക്ക് പക്വതയില്ലെന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, 40 കഴിഞ്ഞ ഉമ്മയുടെ ഡാൻസ് കാണണ്ടേ, 50 കഴിഞ്ഞ വാപ്പയും ഡാൻസ് ചെയ്യുകയാ. ഇവർക്ക് ഇനി എന്നു പക്വത വരാനാ? 15, 20, 25, 30 വയസ്സുള്ള ഒരാണോ പെണ്ണോ കല്യാണം വെട്ടി കിടന്ന് കാണിച്ചാ പറയാം തമ്മീസായില്ലെന്ന്, വിവരം വെച്ചിട്ടില്ലെന്ന് പറയാം. പക്ഷേ ആ മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തേണ്ട വാപ്പയ അതിന് മുമ്പിൽ കിടന്നാടുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.